ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ നെക്ക് റൗണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുന്ന രീതിയിൽ തയ്യൽ തുമ്പ് കാണാതെ നമുക്ക് എങ്ങനെ വെക്കാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഷോൾഡർ രണ്ടും ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് നേരെ ഒന്ന് പിടിച്ച് വെച്ചതിന് ശേഷം ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് സൈഡ് മാർക്ക് ചെയ്ത് നമുക്ക് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെയും നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു പോർഷനാണ് നെക്കിൻ്റെ ഡിസൈൻ നമ്മൾ കൊടുക്കുന്നത്. നെക്ക് ഇറക്കമൊക്കെ ഇതാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്യാൻവാസ് കട്ട് ചെയ്യണമെങ്കിൽ നോക്കാം. അതിന് മുമ്പ് ഇതൊന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു സ്ക്വയർ പീസ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളവും വീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുമിച്ച് ഒരേ ടൈം ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അതിനിതാ നമ്മളിതേപോലെ ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്ത് ഇങ്ങനെ മടക്കിയതിന് ശേഷം നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ മടക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലോത്ത് രണ്ടായിട്ട് മടക്കില്ലേ, അതിനാണ്. അപ്പോൾ ഇനി ബാക്കും ഫ്രണ്ടും മടക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിനെ ഒരു മടക്കൂടെ ഇങ്ങനെ മടക്കണം. കണ്ടില്ലേ, ഇങ്ങനെ മടക്കണം. അപ്പോൾ ബാക്കും ഫ്രണ്ട് നോക്കിയാണ് മടക്കേണ്ടത്. ഇത് ഫ്രണ്ടും ഇത് ബാക്കുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിന് നമുക്ക് കുറച്ച് ഇറക്കം കൂടുതലും ബാക്കിന് ഇറക്കം കുറവുമാണ്. അപ്പോൾ അതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട് ഇറക്കം നമുക്ക് വേണ്ടത് ഒരു 4 ഇഞ്ചാണ്, ഒരു 3.5 ഇഞ്ച്. അപ്പോൾ ബാലൻസ് ക്യാൻവാസിൻ്റെ വീതിയാണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 3.5ക്ക് ശേഷം ഇത്രയെന്ന് പറയുന്നത് നമ്മളെ ക്യാൻവാസിൻ്റെ ലെന്താണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത് ഇവിടെയാണ് ബാക്ക് നെക്ക് നമുക്ക് 3 ഇഞ്ച് മതി. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാലൻസ് ഇത്രയും ക്യാൻവാസിൻ്റെ വിത്താണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാണ് നമ്മൾ സെൻറ്റർ പോർഷൻ. അപ്പോൾ നമ്മുടെ നെക്ക് വിത്തെന്ന് പറയുന്നത് ഒരു 7.25 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ നമ്മളെ നെക്കിൽ എന്താണെന്ന് പറഞ്ഞാൽ 7.25. അപ്പോൾ 7.25ൻ്റെ പകുതി നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഒരു മിനിറ്റ് മാർക്ക് ചെയ്യുന്ന മുൻപായിട്ട് നമുക്ക് ആ ക്ലോത്ത് ഒന്നുകൂടെ ഒന്ന് അളവെടുത്ത് നോക്കാം. അപ്പോൾ ഷോൾഡർ ഇത്രയാണ്. ഇത് മുതൽ ഇവിടം വരെയാണ്, ഈ പോർഷൻ വരെയാണ് നമ്മുടെ നെക്ക് വിത്ത് വരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു 7.25 കിട്ടുന്നത്. 7.25 നമ്മൾ ടോട്ടൽ വിത്ത് എന്ന് പറയുന്നത്, നെക്ക് വിത്ത്. അപ്പോൾ ഈ 7.25ൻ്റെ പകുതി ഇങ്ങനെ മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കിയെടുക്കുമ്പോഴത്തേക്ക് എത്രയാണ് കിട്ടുന്നത് അതാണ് നമ്മളവിടെ മാർക്ക് ചെയ്യേണ്ടത്. കണ്ടില്ലേ, 3.5യും 1 പോയിൻറ്റും. അപ്പോൾ അത് നമുക്ക് ഈ സെൻറ്ററിൽ മാർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ നെക്ക് വിത്ത്. കണ്ടില്ലേ, നമ്മൾ രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക. 3.5യും 1 പോയിൻറ്റും നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കി എന്ന് പറയുന്നത് നമ്മുടെ നെക്കിന് ക്യാൻവാസിൻ്റെ വിത്താണ്. ഇത്രയും ക്യാൻവാസിൻ്റെ വിത്താണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ട് ബാക്ക് എന്നൊന്ന് മെൻഷൻ ചെയ്ത് പോവാം. ഫ്രണ്ട് ബാക്ക്. അപ്പോൾ ഇനി നമുക്ക് 4ആയിട്ടാണ് മടക്കേണ്ടത്. അതിനായിട്ട് ഇവിടെ സെൻറ്റർ ഒന്ന് മടക്കുക, ഫ്രണ്ടും ബാക്കും ഒന്ന് നോക്കുക. ഇതേപോലെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കുക. അപ്പോൾ ഫ്രണ്ടിന് കണ്ടില്ലേ നീളം കൂടുതലും ബാക്കിന് നീളം കുറച്ചുമാണ് കിട്ടിയത്. ഫ്രണ്ടിന് നമുക്ക് 3.5 ഇഞ്ചും ബാക്കിന് 3 ഇഞ്ചുമാണ് നെക്ക് ലെന്ത്. അപ്പോൾ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് മടക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക. ശേഷം നമുക്ക് നെക്കിൻ്റെ വിത്തും ലെന്തും മാർക്ക് ചെയ്ത് നെക്കിൻ്റെ ഏത് നെക്കാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഇതിലൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ ആദ്യം നെക്ക് വിത്ത് നമ്മൾ എടുക്കുന്നു. 3.5യും 1 പോയിൻറ്റും ഇവിടെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതുപോലെ ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയുന്നതേ ഉള്ളൂ. അത് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമുക്ക് ബാക്ക് നെക്കിലും അതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഒരു സെൻറ്റർ നമുക്ക് ബാക്കിനും ഫ്രണ്ടിനും കിട്ടി. അടുത്ത് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് നെക്ക് ലെന്താണ്.
ഇപ്പം 3.5 ഇഞ്ച് നമ്മളിത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് 3.5 ഇഞ്ച് ഒരു പോയിൻറ്റ് കറക്റ്റാണോ എന്ന് നോക്കാം. ചരിവൊന്നും ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ലെന്ത് എന്ന് പറയുന്നത്. ബാലൻസ് ഇത്രയും പോർഷൻ ഒരു 3/4 ഇഞ്ച് നമ്മുടെ ക്യാൻവാസിൻ്റെ വീതിയാണ്. അതിനുശേഷം ഈ സൈഡും കറക്റ്റ് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നെക്ക് ചരിഞ്ഞു പോവും. അതിനുശേഷം ഇവിടെ ഒരു ലൈൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ലെന്തും വിത്തും. അപ്പം ബാക്ക് പോർഷൻ ഇതാണ്. ഇപ്പോൾ ബാക്ക് പോർഷനിൽ നമുക്കൊരു 3.5 ഒരു പോയിൻ്റ് എടുത്തത് താഴെ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം നെക്കിൻ്റെ ലെന്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്താം. 3 ഇഞ്ച് അടയാളപ്പെടുത്തി അതിനുശേഷം ആ ലെന്ത് കറക്റ്റാണോ, വിത്ത് കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ കറക്റ്റ് തന്നെയാണ്. ഇനി അവിടെ നമുക്കൊരു ലൈൻ കൊടുക്കാം. ഇതേപോലെ സ്കെയിലെടുത്ത് ഇവിടുത്തെ ലെന്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം ലൈൻ ചരിഞ്ഞു പോകാതിരിക്കാനാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ ഫ്രണ്ടിൻ്റെയും ബാക്കിലെയും നെക്കിൻ്റെ ലെന്തും വിത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഏത് ഡിസൈനാണോ നെക്കിന് വേണ്ടത് അത് വരയ്ക്കാനുള്ളത്. ഞാനിവിടെ ഒരു സ്വീറ്റ് ഹാർട്ട് നെക്കാണ് കൊടുക്കുന്നത്. ഓവറായിട്ട് വൈഡ് അല്ലാത്ത ഒരു നോർമൽ സ്വീറ്റ് ഹാർട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്കത് വരയ്ക്കാം. ഈ ഒരു പോർഷനിലാണ് സ്വീറ്റ് ഹാർട്ട് നമ്മൾ വരയ്ക്കേണ്ടത്. വൈഡായിട്ട് വേണ്ടവർക്ക് അതിൻ്റെ പുറത്ത് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അകത്തായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഈ എൻഡിലോട്ട് ഈ മാർക്ക് ചെയ്യുന്ന മുകളിലോട്ടല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പോയിൻ്റിൽ നിന്ന് ഈ എൻഡിലോട്ട് ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. കണ്ടില്ല, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് ഈ 1.5 ഇഞ്ച് പോയിൻ്റ് ചെയ്തിരിക്കുന്നതിന് 1/2 ഇഞ്ച് മാറ്റി കുത്തിയതിന് ശേഷം ഒരു ചെറിയ കർവ് വരച്ചു കൊടുക്കുക. ഇതേപോലെ ജസ്റ്റ് ഒരു ചെറിയൊരു കർവ്. ഞാൻ നല്ല വൈഡായിട്ട് എടുക്കുന്നില്ല, സിമ്പിളായിട്ടുള്ളൊരു സ്വീറ്റ് ഹാർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ വിത്താണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ 1.25 ഇഞ്ച് ക്യാൻവാസിന് വിത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ പോർഷനിലും നമ്മളൊരു 3/4 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 3/4 ഇഞ്ച് ആണ് നമ്മൾ ക്യാൻവാസിൻ്റെ വിത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത്രയും പോർഷനിൽ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് അതേ ഡിസൈൻ അവിടെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ നെക്കൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിത്തും ലെന്തും കറക്റ്റാണോ എന്ന് നോക്കാം. ഇത് കറക്റ്റ് 3.5 ഉണ്ട്. വിത്ത് 3.5 ഒരു പോയിൻ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. മാർക്ക് ചെയ്തത് നമ്മൾ ഡിസൈൻ വരച്ചതിന് ശേഷം മാർക്ക് ചെയ്തത് കറക്റ്റായിട്ടാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതിനുശേഷം അടുത്ത് നമുക്ക് ബാക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. ബാക്കിന് ഞാനിവിടെ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനൊരു റൗണ്ട് ഷേപ്പ്, അതിനെ ഇതേപോലെ ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്ക് വിത്ത് എന്ന് പറയുന്നത് ക്യാൻവാസിൻ്റെ വിത്ത് എന്ന് പറയുന്നത് 3/4 ഇഞ്ചാണ്. ആ 3/4 ഇഞ്ച് ഈ റൗണ്ട് ഷേപ്പിന് മാർക്ക് ചെയ്ത് നേരത്തതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുക.
അപ്പോൾ നമ്മൾ ഇതേപോലെ റൗണ്ട് ഷേപ്പ് ബാക്കിനും വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്താണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. നിവർക്കുമ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും. ഇത് ബാക്ക് നെക്കും ഇത് ഫ്രണ്ട് നെക്കും. അപ്പോൾ നമുക്ക് ഒരു ക്യാൻവാസിൽ തന്നെ ബാക്കും ഫ്രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതാ ഇങ്ങനെയാണ് കിട്ടുന്നത് നിവർത്തുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഈ മാർക്കിംഗ് അനുസരിച്ച് ഇതാ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെൻറ്ററിലൊരു പിൻ എന്തെങ്കിലും കുത്തി കൊടുക്കാം. ഇതുപോലൊരു പേൾ പിൻ കുത്തിയതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് ആണോ എന്നൊന്ന് പിടിച്ച് നോക്കുക. അതിന് ശേഷം ഈ എക്സസ് ആയിട്ടുള്ള ഈ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പേൾ പിൻ കുത്തി കൊടുക്കുന്നുണ്ട് നീങ്ങി പോകാതിരിക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഈ എക്സസ് ആയിട്ടുള്ളതും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഷോൾഡറിൻ്റെ പോർഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നെക്ക് കിട്ടിയിട്ടുള്ളത്, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. അപ്പോൾ ഇന്ന് വറക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡ് ഷോൾഡറിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലോത്തിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ആ മെയിൻ ക്ലോത്തിൻ്റെ ഷോൾഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് കണ്ടില്ലേ, സെൻറ്റർ നോക്കി നമ്മൾ ഏതാണോ ഷോൾഡറിൻ്റെ വിത്ത് വരുന്നത് ആ വിത്തൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ച് അടിക്കണം. അതിന് മുമ്പ് ക്യാൻവാസിൽ നമുക്കൊരു ക്ലോത്ത് വെച്ച് അയൺ ചെയ്ത് അടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യാൻവാസിൽ ഒരു ക്ലോത്ത് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ക്യാൻവാസിനെ നമ്മൾ ഇതേപോലെ ഒരു ക്ലോത്തിൽ വെച്ച് അയൺ ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ ക്ലോത്തിൽ തയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷനാണ് മെയിൻ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതേപോലെ കറക്റ്റായിട്ട് ക്ലോത്ത് വെച്ചതിന് ശേഷം രണ്ട് സൈഡും പിന്നൂത്തി കൊടുക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ ആ എൻഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ക്യാൻവാസിൻ്റെ, അതായത് ഈ ക്യാൻവാസിൻ്റെ ഈ ഒരു പോർഷൻ നമുക്കിതേപോലെ ഒന്ന് മടക്കി അടിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മെയിൻ ക്ലോത്തുമായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം ഈ പോർഷൻ മടക്കി അടിച്ചിട്ടില്ല, അതിൻ്റെ സൈഡ് പോർഷൻ ഇതേപോലെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതിനായിട്ട് മെയിൻ ക്ലോത്ത് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഫസ്റ്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഒരു ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോർഷനിൽ കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ, അവിടെ ഇതിൻ്റെ എൻഡ് വെച്ചിട്ട്, അതായത് ക്യാൻവാസിൻ്റെ എൻഡ് വരുന്ന രീതിയിൽ ഇതേപോലെ പിടിച്ചൊന്ന് പിന്നൂത്തി കൊടുക്കുക. അപ്പോൾ ഈ സൈഡ് നമ്മൾ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഓപ്പോസിറ്റ് സൈഡും ഷോൾഡറിൻ്റെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോർഷൻ നോക്കി ഒന്ന് കറക്റ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തുണി ഒന്ന് സ്ട്രെയിറ്റായിട്ട് വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗം ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പോർഷനിൽ ഒരു പിന്നിട്ട് കൊടുക്കാം. അപ്പോൾ തുണി ക്യാൻവാസ് നീങ്ങി പോകത്തില്ല. അപ്പോൾ ഇവിടെ നമ്മളൊരു മുട്ടപ്പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതേപോലെ ബാക്ക് നെക്കിൽ ഒരു പിന്ന് കൊടുക്കാം. അപ്പോൾ 4 സൈഡും നമ്മളിവിടെ പെഴുപ്പിന് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കണ്ടില്ലേ, ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ചെറിയ കട്ടിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഇതേപോലെ ഒന്ന് അതിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ എല്ലാ പോർഷനിലും ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോ കട്ടിട്ട് കൊടുക്കാം. കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഇതേപോലെ അകത്തോട്ട് മടക്കി ഒന്ന് പതിച്ചടിക്കണം. കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക.
തയ്യൽ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഈ ക്യാൻവാസ് ഫുള്ളായിട്ടൊന്ന് അകത്തോട്ടൊന്ന് ആക്കി ഒന്ന് പതിച്ചടിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും നമുക്ക് പുറത്ത് കാണാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നെക്ക് നമുക്ക് കിട്ടും. ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് പിടിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ എൻഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ എൻഡിൽ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഈ ഷോൾഡറിൻ്റെ ഈ സ്റ്റിച്ച് നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല. ഈ ക്യാൻവാസ് ഒന്ന് മറിഞ്ഞിരുന്നോളും. കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നെക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നെക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെക്ക് കിട്ടി. ഈ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ സ്വിങ് അലവൻസൊക്കെ ഇവിടെ തന്നെ അകത്തോട്ട് തന്നെ ഇരിക്കും. പുറത്ത് നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷനിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ക്യാൻവാസിൻ്റെ എൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെയും സ്റ്റിച്ച് കൊടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് കൊടുക്കുന്നില്ല, അങ്ങനെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു നെക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ഒന്ന് മടക്കി ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി, നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയാണ് ബാക്ക് നെക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്, നെക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയും ടാറ്റാ.